എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഇവിടെ ഖീർ ഭവാനി ടെമ്പിളിലാട്ടോ. നമ്മളെ ശ്രീനഗറിനടുത്താണ്. അപ്പം ഞാനിപ്പോൾ ശ്രീനഗർ ഒരു 2 ദിവസമായി വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കൂടെ ആണ് സ്റ്റേ എല്ലാം മൂവാത്. അപ്പോൾ ഇവിടെ അവനൊരു സ്റ്റുഡൻ്റാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവൻ്റെ കൂടെ ഈ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയതാട്ടോ. വീഡിയോ പിടിക്കുന്നുണ്ട്. ഇത് ശ്രീനഗറിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ അപ്പുറത്താട്ടാ. ഇത് നമ്മുടെ ഗാന്ധർബലിനടുത്തായിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഉത്സവ കാര്യങ്ങളൊക്കെ ആകാനായി, അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ തുൾമുല്ല എന്നാണ് ഈ വില്ലേജിൻ്റെ പേരട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു കുളം പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ സെൻട്രലായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ പുഷ്പങ്ങളും പാല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും, ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് വളരെ കാലം മുമ്പ് തന്നെ ബിൽഡ് ചെയ്ത കേട്ടോ. പിന്നെ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ഒരു കേടുപാടും ഇല്ലാതെ റീറ്റെയിൻ ചെയ്ത ഒരു ടെമ്പിളാണ് കേട്ടോ. പണ്ടത്തെ പണ്ഡിറ്റ്സ് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. അന്നത്തെ രാജാവായിരുന്നിട്ടല്ല, മഹാരാജാവ് പ്രതാപ് സിംഗ് എന്ന് പറഞ്ഞ ആൾ 1912 ഇത് ഉണ്ടാക്കിയത്. പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഒരു മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. വൈറ്റ് മാർബിളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെന്ന് പറയുന്നത് ആ ഒരു നാച്ചുറൽ സ്പ്രിങ്ങിൻ്റെ സെൻട്രലായിട്ടാണ് ഉള്ളത്, നേരത്തെ കാണിച്ച പോലെ. എന്തായാലും അവിടേക്ക് ഒന്ന് ചുറ്റും നടന്ന് കണ്ടിട്ടോ. അപ്പോൾ അവിടെ പിന്നെ ഉത്സവത്തിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അധികം നിന്നില്ല. അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് പോയി അമ്പലമൊക്കെ ഒന്ന് കണ്ട് അവിടുന്ന് കുറച്ച് നമുക്ക് സ്വീറ്റ്സൊക്കെ തന്നിട്ടോ. അവർ കർമ്മം ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടും, നമ്മളെ ഗുരുദ്വാരയിലൊക്കെ തരുന്ന പോലെ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൽ നടന്നു. നെക്സ്റ്റ് നമ്മളുള്ളത് ഹസ്രത് ബാറിലാണ് കേട്ടോ. ഹസ്രത് ബാറിൽ എന്ന് പറയുന്നത് ദാൽ ലേക്കിനെ മുട്ടിയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മൂവാത് പറഞ്ഞിരുന്നായിരിക്കും. ഓക്കെ. ഇതിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമ്മൾ വിശ്വസിക്കുന്ന നബിയില്ലേ, അറബ് രാജ്യത്തു നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ മുടി നൽകി. ഇവിടുത്തെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലിയാണ് ബന്ദേ ഫാമിലി. ഈ മുടി കൊടുത്തിരുന്നു നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നീട് മുഗൾ കാലഘട്ടമായപ്പോൾ ഔറംഗസേബ് വന്നല്ലോ. ഔറംഗസേബ് വന്ന് നോക്കെന്ത് ചെയ്ത് അത് തിരിച്ചെടുത്ത് ഈ മുടി കൊടുത്ത് അങ്ങനെ ഇവിടുന്ന് അങ്ങനെ തിരിച്ചു പോയി. പക്ഷെ ഇവിടുന്ന് പോയിട്ട് ഒരു 9 ദിവസം കഴിഞ്ഞപ്പോഴും ഔറംഗസേബ് ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞത്. ആ സ്വപ്നത്തിൽ കണ്ടത് ഈ മുടി നബി മുടി സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു ഈ മുടി ഇവർക്കെന്നെ തിരിച്ചു കൊടുക്കണം. ഇത് കശ്മീർ എന്ന് പറഞ്ഞ ഇവർക്കുള്ളതാണ്, ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതാണ്. അങ്ങനെ തിരിച്ചിട്ട് ഈ പള്ളിക്ക് കൊടുന്ന് ആ മുടി ഇപ്പോഴും ഈ പള്ളിയിലുണ്ട്, വിശ്വാസം ഉണ്ട്. ആ മുടി ഇപ്പോഴും കാണിക്കും. അതായത് ഒരു നബിയുടെ പറഞ്ഞ ജനത്തിന് അതായത് ഒരു സ്പെഷ്യലായിട്ടുള്ള എല്ലാ പരിപാടിക്കും ആ മുടി ഇവിടെ കാണിക്കും. അപ്പോൾ അത് നോക്കണം. ഇനായത്ത് വരണ്ടല്ലോ പറഞ്ഞ അന്ന് അയാളത്തുനിന്ന് കൊണ്ടുപോയ ശേഷം പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ അയാൾ മരിച്ചിരിക്കണം. അങ്ങനെ അയാൾ മോളാണ് ഈ ഇനായത്ത് പറഞ്ഞത്. അയാൾ മോളും അയാളെ കബറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ അതേമാതിരി ഔറംഗസേബ് സ്വന്തം കൈകൊണ്ട് എഴുതിയൊരു ഖുർആൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, വലിയ ഖുർആൻ. കാണാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. പിന്നെ നമുക്ക് ആ ഖുർആൻ കാണാൻ പറ്റും. ഔറംഗസേബ് എഴുതി ഉണ്ടാക്കിയ ഒരു ഖുർആനുണ്ട്. ഇതാണ് കേട്ടോ ഖുർആൻ. അത്യാവശ്യം വലിപ്പമുണ്ട്. ഞാൻ ചെറുതാന്ന് വിചാരിച്ച അത്യാവശ്യം വലിപ്പമുണ്ട്. സത്യമാണെന്നുണ്ടാവും. പിന്നീട് കിട്ടിയ മുടി അത് നബിയുടെ മുടി തന്നെയാണെന്നുള്ളത്
അങ്ങനെ പള്ളീൻ്റെ ഉള്ളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഫോട്ടോ എടുക്കാൻ അടിപൊളി സ്ഥലങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നല്ല നല്ല ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മാർക്കറ്റാണ്, മാർക്കറ്റിനെ മുട്ടിയിട്ടാണ് ഉള്ളത് കേട്ടോ. നല്ല വീഡിയോ ഇട്ടോ നിങ്ങൾക്ക്. എന്താ അറിയോ, നേരെ അതിൻ്റെ ഇടയിൽ പോയിട്ട് മെല്ലെ നിൽക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങോട്ട് പൊന്തി ഇങ്ങനെ കൈയാക്കിയാൽ ഹസ്രത്ത് ബാലിൻ്റെ ഏറ്റവും വലിയ ഒരു ഐക്കോണിക് സാധനം തന്നെയാണ് കേട്ടോ ഹസ്രത്ത് ബാൽ ഷൈൻ എന്ന് പറയുന്നത്. ഒരു 17th സെഞ്ച്വറിയിലാണ് ഇത് ഉണ്ടാക്കിയ കേട്ടോ. അത്ര പഴക്കമുണ്ട്, പക്ഷെ കണ്ടപ്പറിയില്ല. നല്ല രസമാണ് കാണാൻ. പഴയ സാധനം. അങ്ങനെ പള്ളീൻ്റെ ചുറ്റും നടന്ന് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ദാൽ ലേക്കിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്നു കേട്ടോ. മുവാദിന് നിസ്കരിക്കാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഓൻ പള്ളിയിൽ പോയി. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ശിക്കാരയെല്ലാം പോകുന്നവരൊക്കെ നോക്കിയിരുന്നു. മുവാദ് നാട്ടിൽ പോകുന്നത്, അതുകൊണ്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. പിള്ളേരെ പറ്റിക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഗുരുദ്വാര ഉണ്ടായിരുന്നു കേട്ടോ. ഗുരുദ്വാരയിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ലഞ്ച് അവിടെ നിന്നായിരുന്നു. കിടിലം പോലത്തെ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ഫോർട്ടിലേക്ക് പോയുണ്ട്. അതിൻ്റെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടെല്ലാം ചെയ്യാം. എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഡിലേ ഉണ്ട്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.